എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് നവംബർ 24 തിങ്കളാഴ്ച. ഈ വീക്കിലെ ഫസ്റ്റ് സെഷൻ ആയിരുന്നു. മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഒരു സൈഡ് വേ, അതായത് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ആദ്യ സമയങ്ങളിൽ ഒരു ബയ്യിങ് പ്രഷർ പ്രകടമായെങ്കിലും പിന്നീട് ഒരു സൈഡ് വേ നിലനിർത്തുകയായിരുന്നു. അതിനുശേഷം 2:15 കൂടിയിട്ടാണ്, ഏകദേശം 2:30 മണിയായി കാണും, ഒരു ബിഗ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഫോൾ ആയതിനു ശേഷം നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 108 പോയിന്റ് മൈനസിലാണ്. 26,000 എന്നുള്ള ഒരു മാജിക് ലെവൽ, അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഇന്നൊരു നെഗറ്റീവ് പോയിൻ്റായിട്ട്, പ്രധാനമായ നെഗറ്റീവ് പോയിൻ്റായിട്ട് കണക്കാക്കേണ്ടി വരും. 26,000 താഴെയാണ് ഇന്ന് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ 15 മിനിറ്റ്സ് ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു റിക്കവർ മോഡിലേക്ക് വന്നിട്ടുണ്ട്. നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് സംഭവിക്കാനും മതി. വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റുകളെല്ലാം തന്നെ അത്യാവശ്യം പോസിറ്റീവ് മൂഡിലാണ് ഉള്ളത്. പ്രധാനമായും ഇന്ത്യയും US-ഉം തമ്മിലുള്ള ട്രേഡിംഗ് ഡീൽ അതിനൊരു അന്തിമമായില്ല എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ ഇത് അവസാനിക്കുന്നതിലുള്ള കാലതാമസം, ഇത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അത് നിക്ഷേപകർ അതിൻ്റെ ഒരു ഫൈനലിന് വേണ്ടി കാത്തിരിക്കുന്നതാവാം. അതുകൊണ്ടായിരിക്കാം സെൻറ്റിമെൻറ്റ്സ് ഇന്ന് വളരെയധികം ജാഗ്രതയോടുകൂടി നീങ്ങിയത്. എന്നിരുന്നാലും IT സ്റ്റോക്കുകളിൽ, സെലക്റ്റഡ് സ്റ്റോക്കുകളിൽ അത്യാവശ്യം ബയ്യിങ് നടന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് US ലേബർ ഡാറ്റയിലെ നഷ്ടക്കണക്കുകൾ അല്ലെങ്കിൽ നഷ്ടസാധ്യതകൾ കാരണം ഇനി ഡിസംബർ 11 ഫെഡിൻ്റെ മീറ്റിംഗ് ഉണ്ട്. ആ ഇവൻറ്റ്സിൽ ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും ഒരു 25 ബേസിസ് പോയിന്റ് കട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടിയിട്ടുണ്ട്. ഈ ഒരു US ലേബർ ഡാറ്റയിലുള്ള നഷ്ട സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് എന്നുള്ളത് ഇൻവെസ്റ്റർമാർക്ക് ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ GDP ഗ്രോത്ത്, അതുപോലെ തന്നെ കൺട്രോളായ ഇൻഫ്ലേഷൻ, സ്റ്റേബിൾ ഓയിൽ പ്രൈസസ്, അതുപോലെ തന്നെ സ്ട്രോങ് H2 ഏർണിംഗ് ഔട്ട്ലുക്സ്, ഇവയെല്ലാം തന്നെ അനുകൂല മാക്രോ സൂചനകളായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് നല്ല ഒരു ഫോളിലേക്ക് പോകാനുള്ള സാധ്യത അല്ല. ഒരു സ്റ്റേബിളായിട്ട് ഈ ഒരു 25,700 ഇനി വരികയാണെങ്കിൽ തന്നെ 25,750 എന്നുള്ള ആ ഒരു റേഞ്ച്, 25,900 താഴെ വന്നാലാണ് 25,750 എന്നുള്ള റേഞ്ചിലേക്ക് പോകേണ്ട ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ അത് ഉറ്റുനോക്കേണ്ടതുള്ളൂ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ 25,850, അതുപോലെ തന്നെ 25,800 ഈ ഒരു 20 ഡേ മൂവിങ് ആവറേജ് സോൺ നിഫ്റ്റിക്ക് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഈ ഒരു 25,800 ടു 25,850 എന്നുള്ള സോൺ നിഫ്റ്റിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും. ഇനി റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ 26,100, ഈ ഒരു 26,100 ടു 26,130 എന്നുള്ള ഈ ഒരു ഏരിയ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയിട്ടും നിഫ്റ്റിക്ക് തടസ്സമായി നിൽക്കും. ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഈ രണ്ട് ലെവലുകൾക്ക് അപ്പുറത്തേക്ക് ഒരു നിർണായക മൂവിങ് വന്നാൽ മാത്രമേ ഇനി നിഫ്റ്റി അടുത്ത ഘട്ടം എവിടേക്ക് പോകും എന്നുള്ളത് നിർണ്ണയിക്കാൻ വ്യക്തമായിട്ട് കഴിയുകയുള്ളൂ. ഇന്നത്തെ ക്ലോസിങ്ങോട് കൂടിയിട്ട് നിഫ്റ്റി 25,959 എത്തി നിൽക്കുന്നത്, 108 പോയിന്റ് മൈനസിൽ. അതുപോലെ തന്നെ സെൻസെക്സ് 331 പോയിന്റ് നെഗറ്റീവിലാണ്, 84,900 ക്ലോസ് ചെയ്തു. എന്നാൽ ബാങ്ക് നിഫ്റ്റി കൂടുതൽ ഫാൾ ആയില്ല എന്നുള്ളതാണ്. കേവലം 32 പോയിന്റ് നെഗറ്റീവാണ്. ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. 58,835 എന്നുള്ള ഈ ഒരു ലെവലിൽ ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഇന്ന് ടെക് മഹീന്ദ്ര, ഏഷ്യർ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ, വിപ്രോ, ശ്രീറാം ഫിനാൻസ് എന്നിവ മികച്ച നേട്ടമുണ്ടാക്കിയപ്പോൾ മറുവശത്ത് ഭാരത് ഇലക്ട്രോൺ, JSW സ്റ്റീൽ, അതുപോലെ മാക്സ് ഹെൽത്ത് കെയർ, ഗ്രാസിം ഇൻഡസ്ട്രീസ്, M&M എന്നിവ 1.6% മുതൽ 3% വരെ ഫോളിന് നേതൃത്വം നൽകി. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റിയാണ് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാക്കിയത്. 2.5% ഇന്ന് ഫോൾ ആയിരിക്കുന്നത്. നിഫ്റ്റി മെറ്റൽ 1.2%, നിഫ്റ്റി കെമിക്കൽസ് 1.31%,
ഇതിന് വിപരീതമായി നിഫ്റ്റി IT ട്രെൻഡ് മറികടന്ന് 0.41% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രോഡർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് രണ്ടും 0. ഏകദേശം 0.5% ഇടിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് ബാങ്ക് നിഫ്റ്റി ആണല്ലോ. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്തത് ഇവിടെ 58,934 അതിനുശേഷം അപ്സൈഡിലേക്ക് പോവുകയാണ് ചെയ്തത്. നമ്മുടെ റെസിസ്റ്റൻസായ 59,130 എന്നുള്ളത് ബ്രേക്ക്ഔട്ട് ചെയ്തു. നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാൻ സാധിച്ചാൽ ഏകദേശം 150 പോയിന്റിൻ്റെ റാലി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഇൻഡെക്സിൽ ലഭിച്ചിട്ടുണ്ട്. അതേസമയം നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ കാര്യമായ ഒരു ബ്രേക്ക്ഔട്ട് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയാണ് ഇന്ന് ഓപ്പൺ ചെയ്തത്. 26,133 ഓപ്പൺ ചെയ്തതിന് ശേഷം സ്ലൈറ്റ്ലി ഡൗൺ സൈഡിലേക്ക് വരികയാണ് ചെയ്തത്. പിന്നീട് നമ്മുടെ 26,125 എന്നുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ലൈൻ ഈ ഒരു ക്യാനിലാണ് ക്ലോസ് ചെയ്തത്. പിന്നീട് വീണ്ടും റെഡ് ക്യാനിൽ തന്നെ ഫോമായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഒരു എൻട്രി ഒന്നും ലഭിച്ചിട്ടില്ല. ഡൗൺ സൈഡിലേക്കാണെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് 15 മിനിറ്റ്സിലെ സെക്കൻഡ് ലാസ്റ്റ് ക്യാനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റിയിൽ ഇന്ന് എൻട്രി ലഭിച്ചിട്ടില്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ചെറിയ രൂപത്തിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ നമുക്ക് റെസിസ്റ്റൻസ് ലെവലായിട്ട് 26,100 ഓക്കെ 26,100 മുകളിൽ നമുക്ക് എൻട്രി എടുത്ത് പോകാവുന്നതാണ്. അതേസമയം ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് 25,900 താഴെ 25,900 താഴെ നിങ്ങൾ എൻട്രി എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 25,850 എന്നുള്ളതും ഒരു സപ്പോർട്ട് സോണാണ്. അതിനുശേഷം പോവുകയാണെങ്കിൽ ഒരു 25,750 വരെയൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. സപ്പോർട്ടായിട്ട് 25,900, റെസിസ്റ്റൻസ് ആയിട്ട് 26,100. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ട് സോണായിട്ട് 58,600 58,600 താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു 59,000 മുകളിൽ അപ്സൈഡിലേക്കും എൻട്രി എടുത്ത് പോകാവുന്നതാണ്. ഓക്കെ, ഈ രണ്ട് ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഇവ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈനുകൾ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.